എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ കുട്ടപ്പൻ അവൻ ആ റാഡ് വലിച്ചൂരി എടുത്തു. ആ മോൺസ്റ്ററിന്റെ ബോഡിയിലുള്ള ഒരുപാട് ചങ്ങലകൾ പൊട്ടിപ്പോവെങ്കിലും അവന്റെ ബോഡിയിൽ മെയിൻ ആയിട്ടുള്ള ഒരേ ഒരു ചെയിൻ അത് അങ്ങനെ തന്നെ നിൽക്കാണ്. കുട്ടപ്പൻ ചോദിക്കും, എന്തു പറ്റി? ഞാൻ ആ റാഡ് ഊരി എടുത്തിട്ടും നിന്റെ ചെയിൻ അത് മുഴുവനായിട്ടും തകർന്നിട്ടില്ല. അതിനവൻ പറയും, ഇത് ഗേഡർ സ്റ്റിച്ചാണ്. ഇതുപയോഗിച്ചാണ് ആദ്യം അവൻ എന്നെ ലോക്ക് ചെയ്ത്. കുട്ടപ്പനാണെങ്കിൽ ആകെ ടെൻഷനാവും. അവൻ പറയും, എന്നാ നിനക്കിത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതുകൂടെ ഒരുമിച്ച് കട്ട് ചെയ്ത് കളഞ്ഞേനെ. കുട്ടപ്പൻ ടെൻഷനായിട്ട്, ഓക്കെ കുഴപ്പമില്ല, ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? അതിന് ഫിഫ്ത്ത് ടൈല് അത് കുട്ടപ്പനോട് പറയും, ആദ്യം നീ ഫീസ്റ്റ് ബോംബ് അടിക്ക്, അതിനുശേഷം എല്ലാ കാര്യങ്ങളും നിനക്ക് മനസ്സിലാവും. അങ്ങനെ കുട്ടപ്പനും ആ മോൺസ്റ്ററും അവർ രണ്ടുപേരും ഇപ്പൊ ഫീസ്റ്റ് ബോംബ് അടിക്കും. അവൻ ആ ഫീസ്റ്റ് ബോംബ് അടിക്കുന്ന സമയത്ത് തന്നെ കംപ്ലീറ്റ് ഇമോഷൻസും ഇപ്പൊ കുട്ടപ്പന് പിടികിട്ടും. ഇവിടെ ടോബിക്കാണെങ്കിൽ കലി കയറും. ടോബി പറയും, ഒരേ ഒരു മോൺസ്റ്റർ, ആ ഫോർത്ത് മോൺസ്റ്റർ, അതിനെ മാത്രമാണ് നിനക്കിപ്പോ മോചിപ്പിക്കാൻ സാധിച്ചത്. ബാക്കിയുള്ള മോൺസ്റ്റേഴ്സ് ഇപ്പോഴും എന്റെ കൺട്രോളിൽ തന്നെയാണ്. ഇനി ഒരിക്കലും ഒരാളെ പോലും നിനക്ക് എന്റെ കൺട്രോളിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് കഴിയില്ല. അപ്പോ കുട്ടപ്പൻ കാണും, അവന്റെ തൊട്ടടുത്തായിട്ട് ബാക്കിയുള്ള മോൺസ്റ്റേഴ്സ് അവരെല്ലാം കുട്ടപ്പൻ അറ്റാക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ കുട്ടപ്പന്റെ ബോഡിയില് ആ നയൻ ടൈല് അതിപ്പോ കുട്ടപ്പനോട് പറയും, നറൂട്ടോ നീ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, എന്റെ ഫുൾ പവറും ഞാൻ നിനക്ക് തരാൻ തയ്യാറാണ്. അത് കേട്ട് നറൂട്ടോ ചിരിക്കും. നറൂട്ടോ ചോദിക്കും, നിന്റെ പവർ അത് ഞാൻ സ്വീകരിക്കാം, പക്ഷെ അതിന് മുൻപായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. നീ അന്ന് എനിക്ക് മാതരയെ തോൽപ്പിക്കാൻ പവർ തന്നില്ലേ? ആക്ച്വലി ആ ഒരു പവർ അത് കിട്ടിയതുകൊണ്ടാണ് എനിക്ക് അന്ന് അവനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനായത്. ശരിക്കും നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. അതിനാ നയൻ ടൈൽ പറയും, ഇപ്പൊ നീ നന്ദി പറയേണ്ട സമയമല്ല. അന്ന് ഞാൻ നിനക്ക് തന്നത് വളരെ കുറച്ച് പവറാണ്, പക്ഷെ ഇപ്പോ എന്റെ മുഴുവൻ പവറും നിനക്ക് ഞാൻ തരാൻ തയ്യാറാണ്. നീ ആ മാതരയെ കഴിഞ്ഞും എത്രയോ ബെറ്ററാണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ നിന്നെ കുറച്ച് ഇഷ്ടമൊക്കെയാണ്. ഈ ഗേറ്റ് തുറന്ന് എന്നെ റിലീസ് ചെയ്യ്. നമ്മുടെ രണ്ടുപേരുടെയും ചക്ര പവർ അത് കമ്പൈൻ ചെയ്ത് അവരെ അടിച്ച് തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് നയൻ ടൈൽ ഫീസ്റ്റ് ബോംബ് അടിക്കാൻ ഇപ്പൊ അത് കൈ ചുരുട്ടി കുട്ടപ്പന്റെ അടുത്തേക്ക് നീട്ടും. അത് കാണേണ്ട താമസം കുട്ടപ്പൻ അവനിപ്പോ തംസപ്പ് അടിച്ച് നയൻ ടൈലും കുട്ടപ്പനും അവർ കമ്പൈനായി അറ്റാക്ക് ചെയ്യാൻ റെഡിയാവും. അപ്പൊ എയ്ത്ത് ടൈല് അത് പറയും, ഈ 5 മോൺസ്റ്റേഴ്സിനെയും നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനാവും. ആദ്യം ഞാനും കില്ലർ ബിയും ഞങ്ങൾ രണ്ടുപേരും അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാം. നീ ഞങ്ങൾക്ക് ബാക്കപ്പായി നിന്നാ മതി. അതിന് കുട്ടപ്പൻ പറയും, നിങ്ങൾ ഓൾറെഡി എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് പരിക്കുകൾ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാനും നയൻ ടൈലും ഒന്നാണ്. ഞങ്ങൾ ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യാൻ പോവാണ്. എന്റെ കയ്യിലുള്ള പവർ അത് അൺലിമിറ്റഡ് ആണെന്ന് പറഞ്ഞ് കുട്ടപ്പൻ അവനിപ്പോ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കിൽ ഇറൂക്ക സെൻസായി ആള് കുട്ടപ്പനെ കുറിച്ച് പറയും, കുട്ടപ്പൻ അവനൊരു വേസ്റ്റ് അല്ല, അവനൊരു മോൺസ്റ്ററും അല്ല. ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ച് മറ്റുള്ളവരെ സഹായിച്ച് ഹൊക്കാഗെയായി മാറാൻ കഷ്ടപ്പെടുന്ന വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് നറൂട്ടോ ഉസുമാക്കി. അത് കേട്ട് കുട്ടപ്പൻ അവൻ പൊട്ടിക്കരയാണ്. അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. കുട്ടപ്പൻ അവന്റെ സീല് തകർത്ത് ആ നയൻ ടൈലിനെ അതിനെ പുറത്തേക്ക് റിലീസ് ചെയ്യും. കുട്ടപ്പൻ പറയും, ഇന്നു മുതൽ നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, നമ്മൾ രണ്ടുപേരും ഇന്നു മുതൽ ഒന്നാണ്. ഉടനെ നയൻ ടൈലിന്റെ പവർ അതിപ്പോ പുറത്തേക്ക് പറക്കും. അതേസമയം പുറത്തുള്ള 5 ടൈൽഡ് ബീസ്റ്റ് അവറ്റകൾ ചേർന്ന് ഒരു ടൈൽഡ് ബീസ്റ്റ് ബോംബ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അടുത്ത സെക്കൻഡില് ആ 5 ബീസ്റ്റുകള് ബോംബ് കുട്ടപ്പന് നേരെ വലിച്ചെറിയും. പക്ഷെ കുട്ടപ്പന്റെ നയൻ ടൈൽ പവർ അത് ആ ബോംബുകളെ മുഴുവൻ റെസിസ്റ്റ് ചെയ്ത് അങ്ങനെ നിൽക്കും. മൈഗയും കാക്കാഷി മാസ്റ്ററും അവർ രണ്ടുപേരും ഫ്രീസ് ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ കുട്ടപ്പൻ അവനിപ്പോ ആ നയൻ ടൈൽ ഫോക്സിന്റെ രൂപത്തിലേക്ക് ആയി മാറും. അതിനുശേഷം ആ 5 ബീസ്റ്റുകളെയും ഓരോരുത്തരായിട്ട് അങ്ങനെ തല്ലി തല്ലി കൊല്ലാണ്. അപ്പൊ ആ ഫിഫ്ത്ത് ടൈല് അത് കുട്ടപ്പനോട് പറയും, കുട്ടപ്പ നമ്മുടെ മുൻപില് 5 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ നിന്റെ ടൈൽഡ് ബീസ്റ്റിന്റെ പവർ അത് കുറയാൻ തുടങ്ങും. അതിനുള്ളില് ആ റാഡ് അത് നീ കണ്ടുപിടിച്ച് ഓരോ ടൈൽഡ് ബീസ്റ്റിന്റെ ബോഡിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തെടുക്കണം. അതിന് കുട്ടപ്പൻ 5 മിനിറ്റ് പോലും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവറ്റകൾക്ക് നേരെ ചാടി അടുക്കും. മാത്രമല്ല കാക്കാഷിയെയും മൈഗായ് സെൻസായെയും അവർ രണ്ടുപേരെയും അവന്റെ നയൻ ടൈൽ ചക്രയില് അങ്ങനെ സേവ് ചെയ്ത് പിടിക്കും. നറൂട്ടോ ആണെങ്കിൽ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്ത് ഓരോ മോൺസ്റ്റേഴ്സിന്റെയും ബോഡിയിലുള്ള ആ റാഡ് അതെവിടെയാണെന്ന് നോക്കി ആദ്യം ആ 7 ടൈലിനെ അതിനെ ലോക്ക് ചെയ്യും. അപ്പൊ മറ്റൊരു ഭാഗത്ത് ഉട്ടകാട്ട അവനിപ്പോ ആ 6th ടൈലിനെ അതിനെ തടയാനായിട്ട് ആരംഭിക്കും. ഇവിടെ ബാക്കിയുള്ള ഓരോ മോൺസ്റ്റേഴ്സ് ആയിട്ട് കുട്ടപ്പനെ അറിഞ്ചം പൊറഞ്ച് അറ്റാക്ക് ചെയ്യും. പക്ഷെ കുട്ടപ്പനാണെങ്കിൽ ആ ഒറ്റകളെ അങ്ങനെ പിടിച്ചു വലിച്ച്
അവരെ ലോക്ക് ചെയ്ത് ഓരോരുത്തരുടെ റാഡുകൾ അത് കറക്റ്റായിട്ട് അങ്ങനെ ഫോക്കസ് ചെയ്യും. നമ്മുടെ കൂട്ടുകാർക്ക് നല്ല അടിപൊളി സിനിമകൾ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ. ഒരുപാട് നല്ല നല്ല മൂവീസ് ഒക്കെ ഉണ്ടായിരുന്ന മല്ലു ഡബ്ഡ് ചാനൽ അത് നമുക്ക് നഷ്ടമായി. പക്ഷെ കൂട്ടുകാരും വിഷമിക്കണ്ട, മല്ലു ഡബ്ഡ് എന്ന ചാനലിന്റെ പേരിൽ തന്നെ ഇപ്പൊ പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അതിൽ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർവൽ മൂവീസ് അതൊന്നൊന്നായി ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും എന്റെ സ്വത്ത് കുട്ടികള് നമ്മുടെ പുതിയ മൂവി ചാനലായ മല്ലു ഡബ്ഡിനെ സപ്പോർട്ട് ചെയ്യണം. ഉടനെ ആ തേർഡ് ബീസ്റ്റ് അത് കുട്ടപ്പനെ വെട്ടിത്തെറിപ്പിച്ച് എല്ലാ ബീസ്റ്റുകളെയും കുട്ടപ്പന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. എന്നിട്ട് അവറ്റകൾ വീണ്ടും ഒന്നുകൂടി വലിയൊരു ബീസ്റ്റ് ബോംബ് ഇപ്പൊ ഒന്നായിട്ട് ക്രിയേറ്റ് ചെയ്യും. അത് കണ്ട് സാക്ഷാൽ നറൂട്ടോ അവനും ഇപ്പൊ 9 ടൈലിന്റെ പവർ വെച്ച് ഒരു ടൈൽഡ് ബീസ്റ്റ് ബോംബ് അത് ക്രിയേറ്റ് ചെയ്യും. കില്ലർ ബി വണ്ടർ അടിക്കും, കുട്ടപ്പനെ കൊണ്ട് എങ്ങനെ ടൈൽഡ് ബീസ്റ്റ് ബോംബ് അത് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതിന് 8th ടൈല് പറയും കുട്ടപ്പൻ അവൻ ഓൾറെഡി ബീസ്റ്റ് ബോംബ് ക്രിയേറ്റ് ചെയ്യാൻ ട്രെയിനിങ് എടുത്തതാണ്. ഇപ്പൊ നറൂട്ടോ ഒറ്റയ്ക്കല്ല, അവന്റെ കൂടെ ആ 9 ടൈലും ഉണ്ട്. അവർ രണ്ടുപേരും കമ്പൈൻ ചെയ്താണ് ഈ ഒരു ബീസ്റ്റ് ബോംബ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു പരീക്ഷണം അതൊരിക്കലും ഒരു ഫെയിലിയർ ആവില്ല. തീർച്ചയായിട്ടും ആ ബീസ്റ്റുകളെ മുഴുവൻ ഇവൻ കുട്ടപ്പനും 9 ടൈലും ചേർന്ന് അടിച്ച് നിലംപരിശാക്കിയിരിക്കും. അടുത്ത സെക്കൻഡ് കുട്ടപ്പന്റെ ബോംബും ആ 5th ടൈൽസ് അവർ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ബ്രഹ്മാണ്ഡ ബോംബും അങ്ങനെ ഏറ്റുമുട്ടും. കുട്ടപ്പന്റെ ബോംബ് 2 ബോംബിനെയും അങ്ങനെ പൊക്കിയെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയി പൊട്ടി അങ്ങോട്ട് തെറിപ്പിക്കും. ആ ഒരു വലിയ പൊട്ടിത്തെറിയില് ഒരു പ്രദേശം മുഴുവൻ നശിക്കും. പക്ഷെ ഭാഗ്യത്തിന് ആർക്കും ഒന്നും സംഭവിക്കില്ല. അതേസമയം 9 ടൈല് അതിപ്പോ അതിന്റെ പവർ ഉപയോഗിച്ച് ഓരോ ബീസ്റ്റുകളെയും അങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ചു വലിക്കുകയാണ്. ഇവിടെ 9 ടൈല് ആ റാഡുകള് അത് പിടിച്ചു വലിക്കും. അപ്പൊ അതേസമയം കുട്ടപ്പൻ ബാക്കിയുള്ള 5 മോൺസ്റ്റേഴ്സിന്റെയും അടുത്തേക്ക് പോവും. അപ്പൊ ആ 3rd ടൈല് അത് കുട്ടപ്പനോട് പറയും, ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത് നിനക്ക് വേണ്ടിയാണ്. അതേസമയം ആ 4th മിസുകാകെ ആളിപ്പോ കുട്ടപ്പന്റെ അടുത്തേക്ക് വരും. മിസുകാക പറയും, നറൂട്ടോ നിന്നെ കാണാൻ കഴിഞ്ഞതില് എനിക്ക് ഒരുപാട് സന്തോഷമാണ്. കുട്ടപ്പനാണെങ്കിൽ അവരെ കാണുമ്പോൾ അവന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനാവില്ല. അവനിപ്പോ കരയാണ്. നറൂട്ടോ മിസുകാകയോട് പറയും, നീ ഇത്ര ചെറുപ്പത്തില് മരണപ്പെട്ടു പോയല്ലേ. ആ ഒരു മോൺസ്റ്ററിനെ അതിനെ നിന്റെ ബോഡിയിൽ പേറി നീ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നെനിക്ക് നന്നായിട്ടറിയാം. നിന്റെ ലൈഫിൽ ഒരു പെൺകുട്ടിയെ പോലും നിന്നെ കൊണ്ട് കിസ് ചെയ്യാൻ പോലും ആയില്ല. അത് കേട്ട് 9 ടൈൽ ചിരിക്കും. അത് പറയും, കുട്ടപ്പ നീയും ഇതുവരെ ഒരു പെൺകുട്ടിയെ പോലും കിസ് ചെയ്തിട്ടില്ല. നീ ആകപ്പാടെ കിസ് ചെയ്തത് ആ സാസുകയാണ്. അത് കേട്ട് കുട്ടപ്പന് ഇപ്പൊ 9 ടൈലിനെ കൊല്ലാനുള്ള കലി കയറും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ 5th ടൈല് അതിപ്പോ അവരുടെ അടുത്തേക്ക് വരും. 5th ടൈല് പറയും, ഈ നറൂട്ടോ ഉസുമാക്കി അവനാണ് ഇപ്പൊ നമ്മുടെ രക്ഷകൻ. ഇവൻ നമ്മളെ എല്ലാവരെയും ഈ ഒരു വലിയ ശാപത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും ഒക്കെ രക്ഷിക്കും. ഇവന് വേണ്ടിയാണ് സത്യത്തില് നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തത്. അപ്പൊ 2 ടൈല് അത് പറയും, കുട്ടപ്പ നിന്റെ കൈ അത് ഞങ്ങളെ നോക്കി നീട്ട്. ഞങ്ങളുടെ പ്രോമിസ് അത് നിന്നെ ഏൽപ്പിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ. അതിനുശേഷം ഓരോ ബീസ്റ്റുകളും അവറ്റകളുടെ പേരും അവരുടെ പവറുകളെ കുറിച്ചും പറയാൻ തുടങ്ങും. മാത്രമല്ല അവരിപ്പോൾ ആരുടെ ബോഡിയിലാണോ ഉള്ളതെന്നും കൂടെ വളരെ ക്ലിയർ ആയിട്ട് ഇപ്പൊ പറഞ്ഞു കൊടുക്കും. അതിനുശേഷം ആ 5 മോൺസ്റ്റേഴ്സും അവരുടെ കൈകള് ഇപ്പൊ അങ്ങനെ ചേർത്ത് പിടിക്കും. കുട്ടപ്പനും അവന്റെ കൈ അവരോട് ചേർത്ത് വെച്ച് ഇപ്പൊ അവരുടെ ഇമോഷൻസ് അതങ്ങനെ മനസ്സിലാക്കും. അപ്പം നമ്മുടെ 9 ടൈല് അവനിപ്പോ എന്തൊക്കെയോ ചില കാര്യങ്ങള് ആലോചിക്കുകയാണ്. ഫ്ലാഷ് ബാക്കില് സേജ് ഓഫ് സിക്സ് പാത്ത് അത് വർഷങ്ങൾക്ക് മുൻപ് ആ 9 ടൈൽസ് ആ 9 മോൺസ്റ്റേഴ്സിനോടും ഒരു പ്രത്യേക കാര്യം പറയും. വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ എല്ലാവരും ഒന്നു ചേരും. അന്നായിരിക്കും നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ പരസ്പരം തിരിച്ചറിയുക. മാത്രമല്ല നിങ്ങളുടെ കടമകൾ ഓരോന്ന് നിറവേറ്റി നിങ്ങൾ പരസ്പരം പിരിയുന്ന സമയവും അന്ന് തന്നെയായിരിക്കും. ഇവിടെ 9 ടൈല് അവനിപ്പോ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്ത് പ്രയാസപ്പെട്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ 9 ടൈല് അവൻ കുട്ടപ്പനെ കാണുന്നത് ആ സേജ് ഓഫ് സിക്സ് പാത്തിനെ പോലെയാണ്. ഉടനെ നറൂട്ടോ അവനിപ്പോ ആ റാഡുകള് അതങ്ങനെ വലിച്ചു പുറത്തേക്കെടുക്കും. അവൻ കളക്ട് ചെയ്ത ആ റാഡുകള് അത് വലിച്ചെറിഞ്ഞ് ഇപ്പൊ കുട്ടപ്പൻ അവൻ നോർമൽ മോഡിലേക്ക് തിരികെ വരും. കില്ലർ ബി അവൻ അത്ഭുതത്തോടു കൂടെ പറയും, കുട്ടപ്പ ഞാൻ ഒരിക്കലും കരുതിയില്ല ആ 9 ടൈലിനെ നിന്നെ കൊണ്ട് ഇത്രയും വേഗം കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്ന്. അതേസമയം ആ 5 മോൺസ്റ്റേഴ്സ് അവർ 5 പേരെയും ഗാർഡർ സ്റ്റൈലിലേക്ക് അങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.